നല്ല ചൂട് ചോറിൻ്റെയും കഞ്ഞിയുടെയും അതേപോലെ തന്നെ പൊതിച്ചോറിൻ്റെയും ഒക്കെ സൈഡിലായിട്ട് തനി നാടൻ വൻപയർ മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എത്ര ചോറ് വേണമെന്നുണ്ടെങ്കിലും ഇരുന്ന ഇരിപ്പിന് കഴിച്ചു കൂട്ടോ. അത്രയ്ക്ക് സിമ്പിളാണ്. റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും കഴിക്കാനാണെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റ് ആട്ടോ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വൻപയർ എടുത്ത് നന്നായിട്ട് കഴുകി ഞാനിവിടെ 1 മണിക്കൂർ ഒന്നും കൂടെ കുതിർത്തി വെച്ചതാട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂർ കുതിർത്തതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒട്ടും തന്നെ കുതിർന്നില്ലാന്ന് കരുതിയും കുഴപ്പമില്ല. കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ആയി വന്നോളും. അപ്പം ഞാനിവിടെ 1 മണിക്കൂർ എന്താണെങ്കിലും ഒന്ന് കുതിർത്തിയിട്ട് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ നമ്മുടെ ഈ പയറിന്റെ ഒപ്പം നിൽക്കാനായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാനൊരു 3 വിസിലാട്ടോ കേൾപ്പിച്ചെടുക്കുന്നത്. ഗ്യാസിന്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്നും കേൾപ്പിക്കേണ്ട. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലോ അല്ലാന്നുണ്ടെങ്കിൽ 4 കേൾപ്പിച്ചെടുത്താലും മതിയാവും. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട. പാകത്തിനായിട്ട് നമുക്കൊന്ന് കിട്ടിയാൽ മതി. കണ്ടതാ ഒപ്പത്തിന് നിൽക്കാനുള്ള വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് കുറഞ്ഞും പോകണ്ട, അതേപോലെ തന്നെ ഒരുപാട് കൂടിയും പോകണ്ട കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്നിങ്ങോട്ട് വെന്ത് വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ചധികം തന്നെ കുഞ്ഞുള്ളി ചതച്ചതും അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുള്ളി എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ എടുക്കുകയായിരിക്കും നമ്മുടെ ഈ മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. സവാളയൊന്നും എടുക്കണ്ട കേട്ടോ. മിക്സിയുടെ ജാറിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഒതുക്കി എടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലെയൊന്നും അരയ്ക്കണ്ട. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വറ്റൽമുളക് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചതച്ചെടുത്തതാണ്. അപ്പോൾ എരിവിന് വേണ്ടി ഇത് ചേർത്ത് കൊടുക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വറ്റൽമുളക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താലും മതി. കേട്ടോ, കാശ്മീരി റെഡ് ചില്ലി ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്. പച്ചമുളക് നന്നായിട്ട് മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ പയറിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. നമ്മൾ ആ വേവിച്ച വെള്ളം കുറച്ചുണ്ടാവും, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ഒട്ടും വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ആ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സായി ശരിക്കും ഒന്നുകൂടി ചൂട് കയറി വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള മെഴുക്കുവരട്ടി തന്നെയാണ്. എളുപ്പമല്ലേ റെഡിയാക്കി എടുക്കാനായിട്ട്, ഒരുപാട് പാടൊന്നുമില്ല. കുതിർത്തി വെച്ചില്ലാന്ന് കരുതിയും കുഴപ്പമില്ല, കുതിർത്തി വെച്ചെന്ന് കരുതിയും കുഴപ്പമില്ല. ഇതേപോലെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെയും അതേപോലെ തന്നെ കഞ്ഞിയുടെയും നമ്മുടെ പൊതിച്ചോറിൻ്റെയും ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡ് ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.